ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ, എന്നെ കല്ലെറിയല്ലേ. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി പുതിയ മേയർമാരുടെ, മുനിസിപ്പൽ ചെയർമാൻമാരുടെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ, വൈസ് പ്രസിഡന്റുമാരുടെയൊക്കെ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കും. അവർ വരുന്ന 5 കൊല്ലം ഭരണസാരഥ്യം കൈയാളും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അവർക്ക് എല്ലാവർക്കും ആദ്യമായി മംഗളാശംസകൾ നേരുകയാണ്. ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കല്ലെറിയല്ലേ എന്ന പാട്ട് പാടിയത് എന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ ആൾക്കാർ ജയിച്ചു, പഴയ ആൾക്കാർ വിസ്മൃതിയിൽ മറക്കും. അവർ ചിലരൊക്കെ ഇനി തിരിച്ചു വരും. ചിലർ വീണ്ടും പഞ്ചായത്ത് മെമ്പർമാരാവും, ചിലർ മുനിസിപ്പൽ കൗൺസിലർമാരാവും, ചിലർ നിയമസഭയ്ക്ക് മത്സരിക്കും, ചിലർ പാർലമെൻറ്റ് അംഗങ്ങളൊക്കെ ആവും. ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടും മന്ത്രിമാരായിട്ടൊക്കെ ശോഭിക്കുന്ന പല ആളുകളും ആദ്യം പഞ്ചായത്ത് മെമ്പർമാരായിട്ട് തുടങ്ങിയവരാണ്. NK പ്രേമേന്ദ്രൻ ഒരു ഉദാഹരണമാണ്. ആലുവ MLA അൻവർ സാദത്ത് ഞങ്ങളുടെ ചെങ്ങമനാട് പഞ്ചായത്തിലെ ഒരു മെമ്പറായിരുന്നു. പിന്നെയാണ് പുള്ളി നിയമസഭയ്ക്ക് മത്സരിച്ചത്. അങ്ങനെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ഒരുപാട് പേരുണ്ട്. R ബാലകൃഷ്ണപിള്ള വളരെ കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. അങ്ങനെ മറ്റു പലരും ഉണ്ട്, ഞാനിപ്പോൾ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് മുതൽക്ക് ഈ സമയം വരെ, ഈ സെക്കൻഡ് വരെ നിരന്തരമായി കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം മേയറായിരുന്ന സഖാവ് ആര്യ രാജേന്ദ്രൻ. ഈ ആര്യ രാജേന്ദ്രൻ 5 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്ത് തിരുവനന്തപുരം മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അവരെ അഭിനന്ദനങ്ങൾ കൊണ്ട്, പൂമാലകൾ കൊണ്ട് മൂടിയ ആളുകളാണ് ഇപ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങനെ നിരന്തരമായി കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ തെരഞ്ഞെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞാണ്, ഇവരെ പോലെ ഒരു എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടി തിരുവനന്തപുരം മേയറായി കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു വലിയ അപകടം, ഇവരെ മുൻനിർത്തി മറ്റ് വേതാളങ്ങൾ, മറ്റ് ചീങ്കണ്ണികൾ, മറ്റ് മുതലകൾ, തിമംഗലങ്ങൾ കോർപ്പറേഷന് വിഴുങ്ങും. അതിൻ്റെ പാപഭാരം ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ചുമലിൽ പതിക്കും എന്ന് അവരെ സ്ഥാനാർത്ഥിയായ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു. അന്ന് ആളുകൾ എന്നെ പുച്ഛിച്ചു, എന്നെ പരിഹസിച്ചു. ഒരു ചെറുപ്പക്കാരി, ഒരു പെൺകുട്ടി തിരുവനന്തപുരം മേയറാകുന്നതിൽ എനിക്കെന്തോ കാര്യമായ അസൂയുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തിനുള്ള വിനോദ് എന്ന് പേരുള്ള ഒരു സഖാവ് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ മാതൃകയിൽ ഒരു സാഹിത്യത്തെ ഇറക്കി. 1 കിലോ മീൻ വാങ്ങിച്ച് വൃത്തിയാക്കാൻ അറിയാൻ പാടില്ലാത്ത പെണ്ണാണ് തിരുവനന്തപുരത്ത് മേയറാകാൻ പോകുന്നത് എന്ന്. ഇത് ഒരുപാട് പേര് വായിച്ച് ഞാൻ പറഞ്ഞാണെന്ന് വിചാരിച്ചു. എന്നെ നമ്മുടെ നാട്ടിലെ പല ഫെമിനിസ്റ്റുകളും വിളിച്ച് അവരുടെ പ്രതിഷേധം അറിയിച്ചു. ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിഞ്ഞ കാര്യമല്ല. വിനോദ് സ്വന്തം പേരിൽ ഇങ്ങനെ ഒരു സാഹിത്യം പ്രസിദ്ധീകരിച്ചാൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നാൽ പിന്നെ പാവം ജയശങ്കറിൻ്റെ വീട്ടിലേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പുള്ളി കാച്ചി. ഏതായാലും അതിന് വലിയ പ്രചാരം ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായി പരിണമിച്ച സാക്ഷാൽ സച്ചിൻ ദേവ് ഇത് വായിച്ച് വളരെ പ്രകോപിതനായി. വലിയ ദീർഘമായൊരു പ്രബന്ധം തന്നെ തയ്യാറാക്കി ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചു. പിന്നെ ഇത് ഞാനല്ല എഴുതിയെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി അത് പൂർവ്വകാല പ്രാബല്യത്തോടെ പിൻവലിച്ചു. അപ്പം ഇങ്ങനെ പല തമാശകളും ഉണ്ടായതാണ്. ഏതായാലും നമ്മൾ അന്ന് പ്രഡിക്റ്റ് ചെയ്ത രീതിയിൽ ആര്യ രാജേന്ദ്രൻ്റെ ഭരണം വലിയ പരാജയമായിട്ട് തീർന്നു. അതിൻ്റെ ഉത്തരവാദി ആരാണ്? ആര്യ രാജേന്ദ്രനാണോ? എൻ്റെ അഭിപ്രായത്തിലല്ല. അവിടെ കഴിവും പ്രാപ്തിയുമുള്ള വനിതാ മെമ്പർമാർ CPM-ൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ ആരെയും പരിഗണിക്കാതെ ഈ പെൺകുട്ടിയെ പരിഗണിച്ച ആളുകളാണ് ഒന്നാമത്തെ തെറ്റുകാർ. ആദ്യമായി കൗൺസിലറാവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയെല്ലാം മേയർ എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമാണ്. MLA ആവുന്ന പോലെ പോലും. MLA വെറും മെമ്പറായിട്ടിരുന്നാൽ മതി. പിന്നെ പഞ്ചായത്ത് മെമ്പറായാലും മുനിസിപ്പൽ കൗൺസിലറായാലും കോർപ്പറേഷൻ കൗൺസിലറായിരുന്നാലും അവരൊക്കെ ചെയ്യേണ്ട ജോലിക്ക് ചില പരിധികളും പരിമിതികളും ഉണ്ട്. ഇതതുപോലെയല്ല, ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ജോലിയാണ് തിരുവനന്തപുരം മേയർ ചെയ്തത്. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇതുപോലെ തീരെ പ്രാപ്തിയില്ലാത്ത, കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നിയോഗിച്ചാൽ ഇതുപോലത്തെ അബദ്ധങ്ങൾ സംഭവിക്കും. യാതൊരു അത്ഭുതവുമില്ല. അല്ലെങ്കിൽ പിന്നെ KR ഗൗരിയമ്മയെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയെ പോലെയൊക്കെ ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെയൊന്നുമല്ലല്ലോ. ഒരു പാവപ്പെട്ട കുട്ടി, അവരെ അവിടെ ഇരുത്തുന്നു. ഇവരെ ഇരുത്തിക്കൊണ്ട് ബാക്കി കൗൺസിലർമാർ അതുപോലെ പാർട്ടിയുടെ നേതാക്കന്മാരും അവർക്ക് തോന്നിയ പോലെ അഴിമതി നടത്തും, പകൽ കൊള്ള നടത്തും, സ്വജനപക്ഷപാതം നടത്തും. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ആർക്ക് കിട്ടുന്നു? ആര്യ രാജേന്ദ്രൻ കിട്ടും. അവസാനം
ഈ പാപഭാരം ആര് സഹിക്കേണ്ടി വരുന്നു? ആര്യ തന്നെ സഹിക്കേണ്ടി വരുന്നു. പിന്നെ ബസ്സിൽ കയറി ഇല്ലാതെ ഉണ്ടാക്കിയതൊക്കെ ആര്യയുടെ സ്വന്തം കോൺട്രിബ്യൂഷനാണ്. ന്യൂയോർക്ക് മേയർ മംദാനി ആര്യയാണ് മാതൃകയാക്കിയതെന്നൊക്കെ സൈബർ സഖാക്കൾ തള്ളുന്നു. അവസാനം ഈ കോർപ്പറേഷനിലെ CPM-ഉം ഇടതുമുന്നണിയും നടുനെല്ലി വീഴുമ്പോൾ ഉത്തരവാദിത്തം ആർക്ക് കിട്ടുന്നു? ആര്യക്ക് കിട്ടും. ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സാധനമാണ്. നരേന്ദ്രമോദിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ആലോചിച്ച് ആര്യ രാജേന്ദ്രൻ്റെ ഒരു പ്രതിമ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ സ്ഥാപിക്കുന്നതായിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇങ്ങനെയൊക്കെ പരിഹസിക്കപ്പെടേണ്ടുന്ന ഒരു പ്രതിഭയല്ല ആര്യ രാജേന്ദ്രൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ ഈ അവസ്ഥയിലാക്കിയത് ആനാവൂർ നാഗപ്പനും തിരുവനന്തപുരം പാർട്ടിയിലെ മറ്റ് ധീര സഖാക്കളുമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. ആര്യ രാജേന്ദ്രൻ്റെ ഈ ദുസ്ഥിതിയിൽ ഞാൻ ഹൃദയംഗമമായി സഹാനുഭൂതി രേഖപ്പെടുത്തുകയും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും.